വൈകി നടത്തുന്ന ജനനമരണ രജിസ്ട്രേഷനുകൾക്ക് കൂടുതൽ കർശന വ്യവസ്ഥകൾ നിർദ്ദേശിക്കുന്ന ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ല് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. രജിസ്ട്രേഷൻ വൈകുന്ന കാലയളവ് കണക്കാക്കി ഇരട്ട അനുമതി സംവിധാനമാണ് പുതിയ ബില്ല് ശുപാർശ ചെയ്യുന്നത്. ഇതനുസരിച്ച് 1 വർഷത്തിനും 2 വർഷത്തിനും ഇടയിൽ വൈകുന്ന രജിസ്ട്രേഷനുകൾക്ക് നിലവിലുള്ളതുപോലെ ജില്ലാ ജഡ്ജി, അതോടൊപ്പം തന്നെ സബ് ജഡ്ജി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നിവരുടെയൊക്കെ തന്നെ അനുമതി മതിയാകുമെങ്കിലും 2 വർഷത്തിൽ കൂടുതൽ വൈകുന്ന സംഭവങ്ങളിൽ ഇനി മുതൽ എക്സിക്യൂട്ടീവ് അധികാരികൾക്ക് അനുമതി നൽകാനാവില്ല. ഇത്തരം കേസുകളിൽ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് നിർബന്ധമാക്കുന്ന നിർദ്ദേശമാണ് ബില്ലിലുള്ളത്. കൃത്യസമയത്ത് ജനനമരണ വിവരങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഡാറ്റയുടെ സുതാര്യതയും കൃത്യതയും ഉറപ്പുവരുത്തുന്നതിനുമാണ് നിയമം കൂടുതൽ കർശനമാക്കുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ചോദ്യപേപ്പർ ചോർച്ച തടയുന്ന പുതിയ ബില്ലിന്മേൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും സഭയിൽ നേരിട്ടെത്തി മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നടത്തിയ കടുത്ത ബഹളത്തിനിടയിലാണ് കേന്ദ്രമന്ത്രി പുതിയ ബില്ല് സഭയിൽ അവതരിപ്പിച്ചത്. ചട്ടപ്രകാരം ബില്ലിനെ എതിർക്കാൻ സ്പീക്കർ ഓം ബിർള പ്രതിപക്ഷ അംഗങ്ങളോട് ആവശ്യപ്പെട്ടെങ്കിലും ഇതിൽ സംസാരിക്കാൻ ആരും തയ്യാറായില്ല. എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.